Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ബെറിയപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. ഞാൻ ഇവിടെ പഴവും ചെറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതായത് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തോളൂ കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് തൈരാണ്. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ്. നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാണെങ്കിൽ ഒട്ടും തന്നെ പുളി ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എത്രയാണോ, നിങ്ങൾ എത്ര ഗ്ലാസ് ആണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ, അതായത് നമ്മുടെ വാനില ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് സ്ട്രോബെറി ക്രഷാണ് കേട്ടോ. കുറച്ച് സ്ട്രോബെറി ക്രഷ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ക്രഷിന് പകരമായിട്ട് നിങ്ങളുടെ ജാമൊക്കെ ഉണ്ടെങ്കിൽ ജാം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ പല ടൈപ്പിലുള്ള ക്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ബ്ലൂബെറി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ സ്ട്രോബെറി ക്രഷിന്, സ്ട്രോബെറി എന്നല്ല ഏത് ക്രഷാണെങ്കിലും അതിന് നല്ല മധുരമുള്ളതൊക്കെ ആണെങ്കിൽ ഈ ഐസ്ക്രീം ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ തൈരിനാണെങ്കിലും അധികം അത്രമാത്രം പുളിയൊന്നുമില്ല. പിന്നെന്താ ഈ ഐസ്ക്രീമിന് പകരമായിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് സാധാരണയായിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യണത് നമ്മുടെ OHP ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ഷീറ്റ്. എന്നിട്ട് ഈ താഴെ ഓപ്പൺ ആയിരിക്കും, മുകളിലും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ ചാടി വരാൻ പാകത്തിന് കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ ഇത് പറ്റില്ലാത്തതാണ് നമ്മളിങ്ങനെ കമത്തിയിടാൻ പാകത്തിനാട്ടോ ചെയ്ത് വെക്കുന്നത്. സെറ്റ് ചെയ്യണതെല്ലാം സെയിം മെത്തേഡ് തന്നെ. ഇപ്പോൾ ഇത് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് തൈരും സ്ട്രോബെറി ക്രഷും മിക്സ് ചെയ്താണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചധികം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഭംഗി വന്നത്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം ആണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്തു വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്. ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും സ്ട്രോബെറിയുടെ തന്നെ കോൺഫ്ലെക്സ് ആണ് കേട്ടോ. സ്ട്രോബെറി ഫ്ലേവറിലുള്ള കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. ഒരു ടിപ്പൊന്ന് ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ, ക്രഷ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഗ്ലാസ് ആണെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ നിറച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കമത്തേണ്ടതായിട്ട് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുവരെ ഞാൻ ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് കമഴ്ത്തി നോക്കാം. ഇത് വരുന്നില്ലല്ലോ. ഇതുകൊണ്ടാണ് പറഞ്ഞത് ഐസ്ക്രീം നല്ല ലൂസായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഐസ്ക്രീം കുറച്ചത്ര ലൂസ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കൂടെ പോരാത്ത. അതായത് 2 പ്രാവശ്യം ഒന്ന് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. കാരണം ആ ഒരു ഓട്സിൻ്റെയും പഴങ്ങളും ഐസ്ക്രീമും എല്ലാം കൂടി നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കൊട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മളത് ഇങ്ങനെ പുള്ളപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അതായത് BerryUp ചെയ്തെടുക്കുകയാണെങ്കിൽ അതല്ലാണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ കൊട്ടണ രീതിയിലാകുമ്പോൾ നേരെ തല തിരിച്ചുണ്ടാക്കുക, അതായത് ഐസ്ക്രീം ഫസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കൊട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട്. അതായത് നമ്മൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഓട്സാണ് വെയിറ്റ് ഉള്ളത്. അത് മുകളിൽ വരുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് ആദ്യത്തെ BerryUp ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മോനാണ് പറഞ്ഞത്, ഉമ്മി നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചുണ്ടാക്കി. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചാടി പോകുന്നു, നന്നായിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ Fruitbae BerryUp വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ രാവിലെ 8 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.